ഭൗതികമായിട്ടുള്ള ജീവിതത്തിനോടുള്ള ശാസ്ത്രീയമായ അപകടനമാണ്, അതിനുള്ള സമീപനമാണ് സ്പിരിച്വാലിറ്റി. ആത്മാവിന് ഉള്ള ഏറ്റവും വലിയൊരു വാണിംഗ് ആണ്, ഒരിക്കലും അത് നീ കൊണ്ടുവന്നതിനെ എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവന്നതിനെ നേരിടാതെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് എന്നർത്ഥം. അത്യാവശ്യ സമയത്ത് പ്രപഞ്ചം നമുക്ക് ആ സാധനം എവിടെയാ വേണ്ടതെന്ന് നമുക്ക് നമ്മളെ കൊണ്ട് മനസ്സിലാക്കിച്ചോടെ തരണം. യഥാർത്ഥത്തിൽ ആത്മാവ് എന്നുള്ള തത്വം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് അതേപോലെ തന്നെ നമ്മൾ ചെയ്തത് എന്നുള്ളത് എന്ത് തന്നെയാലും നമ്മൾ അനുഭവിക്കണം. ശ്രേഷ്ഠ പിതാമഹൻ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ലാത്ത കാര്യം അച്ഛന് വേണ്ടി പെണ്ണാലോചിക്കാൻ പോയി. ഹലോ, ഒന്നാമത്തെ ചോദ്യം അതാണ്. ഭൂമിക്ക് ആത്മാവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ അതറിയാനുള്ള നിയമങ്ങൾ എന്താണ്? അപ്പോൾ ഇത് താങ്കളെടുത്ത് നിന്ന് രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല. ആദ്യത്തെ ചോദ്യമാണ് ഭൂമിക്ക് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ചോദ്യകർത്താവായ ദാമോദരൻ എന്ന എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പാരമ്പര്യമായിട്ട് വാസ്തു കിട്ടിയിട്ടില്ല എന്നാണോ കിട്ടിയിട്ടുണ്ട് എന്നാണോ? കിട്ടിയിട്ടില്ല. ഇല്ല. അത് ഉറച്ചു പറയാണ്. കാരണം ഞാൻ സംസ്കൃതം കുറച്ചൊക്കെ. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അത് ഞാൻ ചോദ്യം 5 വായിക്കട്ടെ. ഇവിടെ ഓരോന്നിനും ആൻസർ ആത്മാവ് അതിന് മാത്രം മെമ്മറി ഒന്നും ഇല്ലാന്നേ. അതെയോ? അപ്പൊ ആദ്യത്തെ ആദ്യത്തിന്റെ ആൻസർ തന്നെ പറഞ്ഞുതരാം. സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. എങ്കില് ആത്മാവ് 1.5 വർഷം ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ആത്മസ്വരൂപിനോടാണ് താങ്കൾ ആത്മാവ് എന്താണെന്നുള്ളത് ചോദ്യം ചോദിച്ചത്. അതവിടെ ഇരിക്കട്ടെ. എങ്കിലും ആത്മീയത, ഭൗതികത, ഇങ്ങനെ രണ്ടവസ്ഥയാണല്ലോ ഏതൊന്നിനും. രണ്ടും ഇല്ല, ഒന്നേ ഉള്ളൂ. സ്പിരിച്വാലിറ്റി ഈസ് എ സയന്റിഫിക് അപ്രോച്ച് ടുവേർഡ്സ് ഫിസിക്കൽ ലൈഫ്. ഭൗതികമായിട്ടുള്ള ജീവിതത്തിനോടുള്ള ശാസ്ത്രീയമായ അപകടനമാണ്, അതിനുള്ള സമീപനമാണ് സ്പിരിച്വാലിറ്റി. ഇനി ഞാനൊന്ന് പറയട്ടെ. കുറച്ച് ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊന്നിനും രണ്ടവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജീവനുള്ളതും ഇല്ലാത്തതും. ഞാനൊരു ആശാരിയാണ്. ഒരു സ്റ്റൂള് ഉണ്ടാക്കുകയാണ്. നമ്മൾ കൺമുമ്പിൽ കാണുന്നത് ഒരു സ്റ്റൂളാണ്. അത് ഭൗതികത. ആ സ്റ്റൂള് ഉണ്ടാക്കിയ അതിൻ്റെ ഒരു പിന്നാമ്പുറം ഇല്ലേ? ഒരു വ്യക്തി അല്ലേ അത് ഉണ്ടാക്കിയത്? അതാണ് അതിൻ്റെ ആത്മീയത. റോങ്. കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. ആത്മീയത എന്ന് പറഞ്ഞാൽ കുറെ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹാപ്പി. ശരി, ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോട് ഉത്തരം തരാനല്ല താങ്കളോട് ചോദിക്കുന്നത്. ഇവിടെ വെറുതെ പറഞ്ഞ സമയം പോകണ്ട. ഇത് വെറുതെ സമയം പോക്കുന്നില്ല. ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ അല്ല ഇവിടെ വന്ന ചോദ്യങ്ങൾ. ഭൂമിക്ക് എന്താണ് ചോദ്യം? അതിന് അദ്ദേഹം നേരത്തെ ഒരു 10 മിനിറ്റോളം അതുണ്ട്. ഭൂമിക്ക് ആത്മാവുണ്ട്. അല്ല, അതിൽ അങ്ങ് തൃപ്തനല്ല. ഞാനൊരു സൊല്യൂഷൻ പറയാം. അതിൽ അങ്ങ് തൃപ്തനല്ല അദ്ദേഹത്തിന്റെ ഉത്തരത്തിലെങ്കിൽ അങ്ങയുടെ അറിവ് വെച്ച് അതിന്റെ ഉത്തരം അങ്ങ് തന്നെ പറയൂ. ചുരുക്കി പറയൂ. അതിലേക്കാ വരേണ്ടത്. അപ്പോ ഭൂമി സ്വയം തിരിയുന്നു, സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. ഇതെല്ലാം വാസ്തുശാസ്ത്രത്തിലുണ്ട്. ഋഷി പ്രോക്തമായിട്ടുള്ള കാര്യത്തിൽ അതാണ്. അല്പം സംസ്കൃതം പഠിച്ചത് കൊണ്ട് അതിനുള്ള സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലാൻ ഇവിടെ എനിക്ക് ഇപ്പോൾ അവസരം അനുവദിക്കുന്നില്ല. മലയാളത്തിൽ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പൊ ഇത് ഞാൻ രോഹിത്താണ് എന്നോട് ഇപ്പൊ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചത്. അതുകൊണ്ട് ഭൂമി സൂര്യനെ വലയം ചെയ്യുമ്പോൾ സൂര്യന്റെ ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമി കറങ്ങുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, 100% ശരി. സൂര്യനെ വലയം ചെയ്യുന്നുണ്ട് ഭൂമി. അപ്പോൾ വാസ്തുശാസ്ത്രത്തില് 4 മാസങ്ങൾ കോൻമാസങ്ങളാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മീനം, മിഥുനം, ധനു, ഈ 4 മാസങ്ങൾ അതും ഈ ചംക്രമണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഭൂമി സൂര്യനെ വലയം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് ഭൂമിയുടെ ആത്മാവ്. അത് വാസ്തുശാസ്ത്രത്തില് ജീവസൂത്രം, ബ്രഹ്മസൂത്രം, യമസൂത്രം, മൃത്യുസൂത്രം, അങ്ങനെയാണ്. ഇങ്ങനെ 4 സൂത്രങ്ങൾ ഭൂമിയുടെ ആത്മാവാകുന്ന സൂത്രങ്ങളാണ്. നമ്മളാൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഗ്രഹമധ്യസൂത്രം. ഈ ഗ്രഹമധ്യസൂത്രം
ആത്മാവാകുന്ന 4 സൂത്രങ്ങളും സമ്മേളിക്കുന്ന ഒരു സ്ഥലം വീടിൻ്റെ നടുക്കുണ്ട്. അതിൻ്റെ ശ്ലോകം ഞാൻ ചൊല്ലാം. ക്ഷേത്രയിൽപേ ക്വാപി മധ്യാങ്കണമവിച്ച കൃതാന്ത ആത്മഭൂസൂത്രയോഗാൽ. ആത്മഭൂസൂത്രം, ഭൂമിയുടെ ആത്മാവാകുന്ന സൂത്രങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലം വീടിൻ്റെ നടുക്കുണ്ട്. അതാണ് പ്രാപഞ്ചികോർജം വരുന്ന ബ്രഹ്മസ്ഥാനം എന്നൊരു സ്ഥാനം ഏതൊരു വീടിനുണ്ട്. ഞാൻ ധാരാളം മുസ്ലിങ്ങളുടെ വീട്ടിലും ഈ രീതി ഉപയോഗിക്കുന്നതാണ്. അവർ മെഡിറ്റേഷൻ ചെയ്യണതല്ലല്ലോ, വളരെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് അതിനുള്ള ഗുണം കിട്ടിയതായിട്ട് അവരെന്നെ വിളിച്ചറിയിക്കാറുണ്ട്. എത്രയോ വർഷങ്ങളായി ഞാൻ ഇത് സംസ്കൃതം പഠിച്ചിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു വാശിയിലാണ് ആശാരികുലത്തിൽ ജനിച്ച ഞാൻ ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഭൂമിക്ക് വീടിന് ബ്രഹ്മസ്ഥാനം ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ചെറിയ ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിയത്. ഇനി അതിൻ്റെ 12 വരി ശ്ലോകമുണ്ട്. ആത്മാവ് ഉണ്ടോ എന്നുള്ളത് ഋഷി പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അതാണ് ആ ശ്ലോകത്തിലൂടെ ഞാൻ പറഞ്ഞത്. ആത്മഭൂസൂത്ര യോഗാൽ. അപ്പം എന്താണ് ആത്മാവാകുന്ന ഭൂമിയിലുള്ള ഈ സൂത്രങ്ങൾ? അത് വാസ്തു ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കണം. ആർക്ക്? സാധാരണ ജനങ്ങൾക്ക്. ഇത് അവർ അംഗീകരിക്കാതിരിക്കില്ല. പിന്നെ അതുപോലെ മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞെങ്കിൽ എനിക്ക് തൃപ്തിയാവുള്ളൂ. അതിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത് ഓരോ സമീപനമാണ്. യഥാർത്ഥത്തിൽ ആത്മാവ് എന്നുള്ള തത്വം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് എനിക്കറിയാം, വിശദീകരിക്കാൻ അറിയാം. പക്ഷെ ഇവിടെ സമയപരിധി കൊണ്ടാണ് ഞാനത് പറയാത്തത്. ഞാൻ എഴുതിയ പിന്നെ കുറഞ്ഞ വിസ്തൃതിയിലുള്ള ഭൂമിയിലെ വാസ്തുശാസ്ത്ര പ്രകാരം എങ്ങനെ വീട് നിർമ്മിക്കാം, അതും താങ്കളോടായിട്ട് ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ അതും ശരിയല്ല എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം, ക്ഷമിക്കണം. 4 കെട്ട്. ഈ 4 കെട്ട് 35 സെൻറ്റ് സ്ഥലം വേണം ഒരു 4 കെട്ട് ഉണ്ടാക്കാൻ, ഏറ്റവും ചെറിയ 4 കെട്ട്. അതിനെ 4 ഭാഗത്തു നിന്നും ചുരുക്കി കൊണ്ടുവരുമ്പോൾ നടുക്കുള്ള പോയിന്റ് മാറുന്നില്ല. അതാണ് ബ്രഹ്മസ്ഥാനം, 4 കെട്ടിൻ്റെ ബ്രഹ്മസ്ഥാനം. ആ ബ്രഹ്മസ്ഥാനം ചെറിയ വീടിൻ്റെ ഡൈനിങ് ഹാളായിട്ട് എടുക്കാം എന്നുള്ളത് വാസ്തുശാസ്ത്രം സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച ധാരാളം ആചാര്യന്മാർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പഞ്ചഭൂതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് വീടിന്. ഗുരുജി പറഞ്ഞു പഞ്ചഭൂതങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും വരുന്നുണ്ട്. എല്ലാവർക്കും ചോദ്യം ചോദിക്കണോ? അങ്ങയുടെ ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 3ാമത്തെ ചോദ്യം, പ്രപഞ്ചശക്തിയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങ് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുകയാണോ? പക്ഷെ അദ്ദേഹം അത് കൃത്യമായിട്ട് ഉത്തരം തരില്ല എന്നുള്ള ഒരു അതെ. ഇത് ഇവിടെ കൂടിയ സാധാരണ ജനങ്ങൾക്ക് ആത്മീയമായിട്ട് അറിവ് നൽകാൻ ഒരുപാട്. പിന്നെ 4ാമത്തെ ചോദ്യം വളരെ സ്പീഡിലായും പോണേ. സൂത്രവേദം എന്നാൽ എന്ത്? അത് താങ്കൾ പറഞ്ഞ മാതിരി ഒരു വിളക്ക് കത്തിച്ചാൽ പോകുന്നതല്ല സൂത്രവേദം. വേദം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ തകർക്കുക എന്നാ. മിസൈൽ വേദ വിമാനം എന്നൊക്കെ ഇന്ത്യ കണ്ടുപിടിച്ചതൊക്കെ കേട്ടില്ലേ? ഇപ്പൊ പാകിസ്ഥാനിലെ ആ യുദ്ധത്തിൽ അത് നേരെ അനുഭവിച്ചതല്ലേ? ഇത് വാസ്തുശാസ്ത്രത്തിലുണ്ട്. ഒരു ഗ്രഹമധ്യസൂത്രത്തിന് നേരെ അങ്കണം മധ്യസൂത്രം എന്ന് പറയും, ഭൂമിയുടെ ആത്മാവാകുന്ന സൂത്രം. അതിൻ്റെ ചെറിയൊരു ശ്ലോകം, സൂത്രൈഹി പ്രാങ്കണഗേഹ മധ്യവിഹിതൈരന്യോന്യ വിത്തേർഭവേത്. പ്രാങ്കണം എന്ന് പറഞ്ഞാൽ പുറത്തെ മുറ്റെന്ന. നടുമുറ്റം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പുറത്തെ മുറ്റത്തിൻ്റെ നടുവെന്ന് ഉത്ഭവിക്കുന്ന സൂത്രവും ഗ്രഹമധ്യസൂത്രവും ഒന്നിച്ച് വരാൻ പാടില്ല. അതിനാണ് ഗമനം. കിഴക്കിനി തെക്കിനി വടക്കിനി പടിഞ്ഞാറ്റി ഇതിനൊക്കെ ശാസ്ത്രത്തിൽ അതിൻ്റെ യോനിസംഖ്യ കൊണ്ട് ഗമിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതം കൊണ്ട് ഗമിപ്പിക്കുക, നമ്മളെ വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ഗമനം ചെയ്യാം. അത് ചുരുക്കി പറയാം. അത് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. അതിന് ചുമരിൽ ഓട്ടയിട്ടിട്ട് കാര്യമില്ല. ഓട്ടയിടുന്നത് വിഡ്ഢിത്താണ്. പിന്നെ 5ാമത്തെ ഒരു ചോദ്യം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഗ്രഹം പണിയാൻ പാലിക്കേണ്ട പ്രധാന നിയമങ്ങൾ എന്തൊക്കെ? അതാണ് ഇപ്പോൾ നേരത്തെ ഇവിടുന്ന്
നമ്മളിപ്പോൾ ഒരു സമാധാനത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ക്ഷോഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലാരെങ്കിലും ഒരാൾ അല്പം ഒന്ന് നീങ്ങിയിരിക്കുകയോ സ്ഥാനം ചെറുതായിട്ടൊന്ന് ചലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ശാന്തമാവും. അപ്പോൾ എന്നതുപോലെയാണ് ഈ ഭൂമിക്ക് കോണുകളില്ലാതിരുന്നാൽ ആ വീട്ടിലെ ദുരിതങ്ങളുണ്ടാവും. ചുരുക്കി അതിൻ്റെ ഒരു ശ്ലോകം ചെറിയ വരിയിൽ ചെല്ലാം. അത് ദക്ഷിണഭുജേന ഹീനേ വാസ്തുവിനി അർത്ഥക്ഷയവും അങ്കിനാദോഷാഹ വാമാർദ്ധേ ധാന്യഹാനി ശിരസീഹീനേ ച മൃത്യുദാ സർവൈ പ്രേഷ്യത്വം ചാപി ചരണവൈകല്യം അവികലപുരുഷേവസ്ഥാം മാനാർത്ഥയുദ്ധാനി സൗഖ്യാനി. മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിയമങ്ങൾ എവിടെയാണ് പാലിക്കേണ്ടത്? വീടിൻ്റെ പാതുകത്തു നിന്നാണ് തുടങ്ങേണ്ടത്, അല്ലാതെ വാമടയെന്നല്ല. അടിയെന്നല്ലേ ഭൂമിയിൽ വീടിൻ്റെ ഏതെന്നൊന്നിനും കെട്ടിടം അടിയെന്നല്ല തുടങ്ങുന്നത്. അത് താങ്കൾ ക്ഷമയോട് ചോദിക്കുകയാണ്, അങ്ങനെ വിമർശിക്കുകയല്ല. ഉത്തരത്തിനല്ല ചുറ്റളവ്, പാതുകത്തിനാണ്. ആ പാതുകത്തിൻ്റെ ചുറ്റളവ് മരണം എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ മരണം എന്നല്ല, മരവിച്ച് കിടക്കുക പണി എന്നുള്ളതാണ്. എത്രയോ ഇതുമാതിരി 6 വർഷം 8 വർഷം 15 വർഷമായി ചലനമില്ലാത്ത വീടുകളിൽ ഇത്തരം നിയമം ചെയ്തിട്ട് അത് വീണ്ടും ചലിച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്തിന് പറയുക ബ്രഹ്മസ്ഥാന നിയമം എന്നാണ്. അഷ്ടവർഗം, അംഗവർഗം, ദശവർഗം, ബ്രഹ്മസ്ഥാനം, ഇങ്ങനെ 4 സ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രാങ്കണം കണക്കാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം. അതായത് ഈശഖണ്ഡം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉത്തര ധ്രുവമാണ് നവീനശാസ്ത്രത്തിൽ പറയുമ്പോൾ. നിര്യതിഖണ്ഡം മനുഷ്യഖണ്ഡം എന്ന് പറയുന്നത് ഭൂമിയുടെ ദക്ഷിണ ധ്രുവമാണ്. അത് മോഡേൺ സയൻസും പൗരാണിക ശാസ്ത്രവുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഞാൻ വസ്തു കൈകാര്യം ചെയ്യുന്നത്. ക്ഷമിക്കണം, ഞാൻ ഇത്രയും വളരെ നന്നായി, വളരെ നന്നായി. താങ്ക് യു. നന്നായി, വളരെ നന്നായി, വെരി ഗുഡ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു. വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. സീമാജിയോട് ഒരു ചോദ്യമുണ്ട്. സീമാജിയോടാണ്. പ്രപഞ്ച സത്യങ്ങളും വിശ്വനിയമങ്ങളും ഉണ്ടെന്ന് കേൾക്കുന്നു, അതിനെക്കുറിച്ച് പറയാമോ? ആത്മഹത്യ മഹാപാപമാണെന്ന് പറയാൻ കാരണം എന്താണ്? പ്രപഞ്ച സത്യങ്ങളും വിശ്വനിയമങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അത് ഞാൻ പറഞ്ഞതല്ല, അത് എല്ലാം ഉള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ആത്മഹത്യയെക്കുറിച്ച് പറയാം. അതായത് നമ്മുടെ ആത്മാവിന്, ജീവാത്മാവിന് ഒരു പ്രപഞ്ച നിയമങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഈ ആത്മാവ് ധരിച്ച ദേഹം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട നിയമങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ശരീരം ഉപേക്ഷിച്ചിട്ട് ഉള്ള ആത്മാവിന് ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശരീരം ധരിക്കാത്ത ആത്മാവിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടൂ എന്നുള്ള ഉത്തമോത്തമമായിട്ടുള്ള ആ ഒരു നിയമത്തിനനുസരിച്ചിട്ടാണ് ഓരോ ആത്മാവും ഭൂമിയിൽ വരുന്നത്. പക്ഷേ ഈ ഭൂമിയിലെ മായയിൽ പെട്ടിട്ട് നമ്മളിതൊക്കെ മറന്നുപോയി എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു കർമാനുസാരം അല്ലെങ്കിൽ നമ്മൾ പൂർവ്വജന്മം, പുനർജന്മം, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്നെയാണ് എല്ലാം പുനർജന്മമുണ്ട്, പുനരഭി മരണം, പുനരഭി ജനനമുണ്ട്, കർമാനുസാരം തന്നെയാണ് എല്ലാം എന്നൊക്കെ അത് നമുക്ക് എല്ലാ നിയമങ്ങളിലും പറയുന്ന കാര്യമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൊരു സെഞ്ചിയുണ്ട്. പ്രാരാബ്ധമായി നാം അനുഭവിക്കുന്നതെല്ലാം കൊണ്ടുവന്ന സെഞ്ചിക്കനുസരിച്ച് മാത്രം. കൊണ്ടുവന്നതേതോ അത് നീ കൊടുത്തതുമാണ്. ഇത് നിയമം. സൂക്ഷ്മത്തിലാണ് മോക്ഷം. അതായത് എന്താണോ പ്രാരാബ്ധം നീ അനുഭവിക്കുന്നത് അത് സഞ്ചിയിൽ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് കോൾഡ് സഞ്ചിത കർമ്മ. സഞ്ചിയിൽ നീ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്തതുമാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഈ ഭൂമിയിൽ തന്നെ വേണം ക്ലിയർ ചെയ്യാൻ. സ്വർഗവും നരകമൊക്കെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണം അനുഭവിച്ച് ആ മുക്തിയിലേക്ക് പോകണമെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണം പാഠങ്ങൾ പഠിക്കാൻ. ഭൂമി എന്ന പാഠശാലയിലേക്ക് പഠിക്കാത്ത പാഠങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനും ജ്ഞാനമെന്ന അഗ്നിയിൽ കർമ്മങ്ങളെ ദഗ്ധം ചെയ്ത് നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കാനുമാണ് ഓരോ മനുഷ്യജന്മവും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളിൽ വെച്ച് ഒരിക്കലും നീ ചെയ്യരുത് എന്ന് പറയുന്നത് ആത്മാവിന് ഉള്ള ഏറ്റവും വലിയൊരു വാണിംഗ് ആണ്. ഒരിക്കലും അത് നീ കൊണ്ടുവന്നതിനെ എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുവന്നതിനെ നേരിടാതെ അതിന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് എന്നർത്ഥം. ഒരിക്കലും അത് നിനക്ക് പറ്റില്ല, എനിക്കത് പറ്റില്ല, എനിക്കത് സഹിക്കാൻ പറ്റണില്ല, എനിക്കത് നേരിടാൻ പറ്റില്ല, എനിക്കത് താങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ
താങ്ങാൻ പറ്റാത്തതേതോ താങ്ങാനായി നീ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ നേരിടുവാനുള്ള ശക്തി നീ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ ശക്തി എല്ലാവരും നമ്മളുടെ ആ ദുഃഖം അല്ലെങ്കിൽ കഷ്ടത്തിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കണക്ട് ആവില്ല. ഈ മനസ്സ് എപ്പോഴും എന്ത് ചെയ്യും? ദുഃഖം, അവർ ചെയ്തു ഇവർ ചെയ്തു, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് നേരിടാൻ പറ്റില്ല, ദുഃഖം മാത്രം പറയുമ്പോൾ എനർജി അങ്ങോട്ടേ പോകും. എപ്പോഴാണോ ഈ മനസ്സിന് വിശ്രമം കൊടുക്കുന്നത്, മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ സൊല്യൂഷൻ ആത്മാവ് പറയൂ, അരേ എന്തിനാ നീ കരയുന്ന വിഷമിക്കുന്ന, തൊള്ളിയും വിളിയും കൂട്ടല്ലേ. അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ള സൊല്യൂഷൻ പോലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ആത്മാവ് നമ്മളോട് പറഞ്ഞു തരണമെങ്കിൽ മനസ്സിന് വിശ്രമം കൊടുക്കണം. മനസ്സ് സമ്മതിക്കില്ല. അപ്പോൾ അതിനാണ് സാധന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരിക്കലും നീ എസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇന്ന് നിനക്കത് നേരിടാൻ പറ്റാതെ നീ വേണമെന്ന് കരുതി ശരീരം ധരിച്ച ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ അത് വീണ്ടും അതേ പാഠങ്ങൾ പഠിക്കാനായി വീണ്ടും 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 ഇപ്പോൾ ഉള്ളതിനേക്കാൾ അതിതീവ്രമായിട്ടുള്ള പരിസ്ഥിതികളെ തിരഞ്ഞെടുത്തുകൊണ്ട് വീണ്ടും വരണം. അതുകൊണ്ടാണ് പോസ്റ്റ് പോൺ ചെയ്യരുത് കർമ്മങ്ങളെ. ഉള്ളതിനെ ഉള്ളതുപോലെ അംഗീകരിക്കുക, തിരിച്ചറിവോടുകൂടി ജീവിക്കുക. കൊടുക്കാത്തതൊന്നും കിട്ടുന്നില്ല, വിതയ്ക്കാത്തതൊന്നും കൊയ്യുന്നില്ല, കൊടുക്കാത്തതൊന്നും നീ അനുഭവിക്കുന്നില്ല. സോ ഈ സത്യം, പരമമായിട്ടുള്ള സത്യത്തെ, കാര്യകാരണ സിദ്ധാന്തം, അതായത് നമ്മൾ ഈ ഒരു മാവിനെ കാണുമ്പോൾ ഈ മാവിൻ്റെ അടിയിൽ ഒരു വിത്തിൽ നിന്നാണ് ഈ മാങ്ങ വന്നത്, ഈ മാങ്ങ ചെടി ഉണ്ടായത്, മാവ് ഉണ്ടായത്, ഇത്രയും ഫലം ഉണ്ടായത്. അപ്പം അതിൻ്റെ പിന്നിലൊരു മൂല കാരണമുണ്ട്. വെറുതെ അത് ഇവിടുന്ന് ഒരു സ്റ്റെമ്മ് മുളച്ചിട്ടുണ്ടായതല്ല. അപ്പോൾ അത് എല്ലാത്തിൻ്റെ പിന്നിലും കാരണമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളത് നിയമമാണ്. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ പാഠം പഠിക്കുന്നത് വരെ ഇനിയും തീവ്രമായിട്ട്, അതായത് ജയിലിൽ ചാടി കഴിഞ്ഞാൽ ഇരട്ടി പണിഷ്മെന്റ് ആണ്. സെയിം അത് തന്നെയാണ്. അറിഞ്ഞിട്ടും തെറ്റ്, അതായത് ധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും അധർമ്മം ചെയ്യുമ്പോൾ അതിന് കൂടുതലായിട്ട് എക്സ്ട്രാ പണിഷ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. എന്താ വെച്ചാൽ ജീവാത്മാ പ്രപഞ്ച നിയമത്തെ ഉല്ലംഘിച്ചത് കൊണ്ട് തന്നെ ആ ഉന്നതമായിട്ടുള്ള ലോകത്തിലേക്ക് അതിസഹജമായ മരണത്തിലൂടെ പ്രവേശിക്കുന്ന ആ കാലയളവിന് മാറ്റം വരും. നിമ്ന നീചതലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരും. അതും ഈ ഭൂതലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത അല്ലെങ്കിൽ ആ നിമ്ന നീച തലങ്ങളിലേക്ക് എടുത്തറിയപ്പെടുന്നു പറയുമ്പോൾ അത് ജീവാത്മ പ്രപഞ്ച നിയമങ്ങളെ ഉല്ലംഘിച്ചത് കൊണ്ടാണ്. അതൊക്കെ വളരെ ഡെപ്ത് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ മഹാപാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു കാര്യകാരൻ എന്താ സാറ് പറഞ്ഞു? വിശ്വനിയമങ്ങളെ, പ്രപഞ്ച നിയമങ്ങളല്ലേ, പ്രപഞ്ച വിശ്വനിയമങ്ങളെക്കുറിച്ച് അറിയേണ്ടത് ദിവ്യമായിട്ടുള്ള ആചാര്യ സാങ്കത്യത്തിലൂടെ, അതേപോലെ ദിവ്യമായിട്ടുള്ള ഭഗവത്ഗീത പോലുള്ള, ശ്രീമദ് ഭാഗവതം പോലുള്ള, ശ്രീമദ് ദേവി ഭാഗവതം പോലുള്ള എല്ലാവിധ സശാസ്ത്രീയമായിട്ടുള്ള മഹത് ഗ്രന്ഥങ്ങളിലും മഹാമുനിമാരും ഋഷിമാരും താപസന്മാരും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു സന്ദേശങ്ങൾ ഇവരിലൂടെ പറയപ്പെട്ടിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് മാറി മറഞ്ഞു വന്നതുകൊണ്ട് അന്നത്തെ ആ ഒരു മഹാസാധനയിലൂടെ മഹാപരിശൂന്യമായി കണക്റ്റായി ദൈവവാണി അറിഞ്ഞുകൊണ്ട് എഴുതിയ ആ കാലഘട്ടത്തിൽ നിന്നും അത് വീണ്ടും അടുത്ത കാലഘട്ടത്തിലേക്ക് ഇത് പ്രവേശിച്ച് ആ സാധനയെ ലോപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുവാനുള്ള അവസ്ഥ ഇല്ലാത്തത് കൊണ്ടോ തിരുത്തി എഴുതപ്പെടുകയും അല്ലെങ്കിൽ മനസ്സിലായത് വീണ്ടും എഴുതപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ സത്യം എന്നുള്ളത്, സത്യയുഗം എന്ന് പറയുമ്പോൾ സത്യം വിശേഷമായി ദർശിക്കുന്ന എല്ലാവരിലും തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈ പ്രപഞ്ച നിയമങ്ങളും വിശ്വനിയമങ്ങളും ഒക്കെ നമ്മിലൂടെ തന്നെ പുനർജനിക്കും. ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ജന്മം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കും ഹിംസയിൽ നിന്നും അഹിംസയിലേക്കും ഒക്കെ ദിവ്യമായിട്ടുള്ള പ്രപഞ്ച നിയമങ്ങളെ വിശ്വനിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മിലൂടെയാണ് സത്യയുഗം പിറക്കുന്നത്. ഓരോ മനുഷ്യനും ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതിയിലേക്ക് ഉയരുന്നതിലൂടെ, ഓരോ മനുഷ്യനും സ്വീയ അസെൻഷൻ സംഭവിക്കുന്നതിലൂടെ മാത്രമാണ് ഭൂമി അസെൻഡാവുന്നത്. ഇത് സൂക്ഷ്മസാരം. താങ്ക് യു. സീമാജി, ഈ പ്രാപഞ്ചിക നിയമം പറയുന്ന സമയത്ത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഡൗട്ടാണ്, ചിലപ്പോൾ പലരുടെയും ഡൗട്ടായിരിക്കാം. അതായത് ഇപ്പോൾ ബ്രഹ്മാണ്ടവും പിത്താണ്ടവും, അല്ലെങ്കിൽ ബ്രഹ്മാത്മാവും പരമാത്മാവും, അല്ലെങ്കിൽ പല രീതിയിൽ പല ഗുരുക്കന്മാർ പല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സഞ്ചിത കർമ്മം നമ്മൾ അറിയാതെ വന്നതാണല്ലോ. ഈ ജന്മത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന കർമ്മം കൊണ്ട്, നേരത്തെ തസ്മൈ ഗുരുജി പറഞ്ഞു, ഒരാൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ തസ്മൈ ഗുരുജി പറയും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ ബാബാജി വേറെ ആയിരിക്കും പറയുക, സീമാജി വേറെ ആയിരിക്കും പറയുക. അറിയാതെ ആരെയും വിളിച്ച് ചോദിക്കാൻ പറ്റാതെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ സാധാരണ നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകുന്ന സമയത്ത്
നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പരലോകവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണല്ലോ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പരലോക ഗൈഡൻസ് കൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ പോലും മുന്നോട്ട് സഞ്ചരിക്കുന്നത് എന്നാണല്ലോ. അപ്പോൾ അറിയാതെ ഒരു ആത്മാവ് സൂയിസൈഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയങ്ങളിൽ തലങ്ങളിൽ അടുത്ത തലങ്ങളിൽ നിൽക്കുന്ന ആത്മാവ് ഈ പറയുന്ന ആത്മാവിനെ സപ്പോർട്ട് ചെയ്യാൻ വരില്ലേ? എവിടെ? ആത്മഹത്യക്ക് ശേഷോ? അതെ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സങ്കല്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയങ്ങളിൽ ആ ഒരു തെറ്റ് ചെയ്തതിനുള്ള ഒരു കർമ്മമുണ്ട്. ആ കർമ്മത്തിന്റെ തീവ്രത, ഭയാനകമായിട്ടുള്ള തലത്തിന്റെ ഓരോരുത്തരും ഇങ്ങനെയാവും. ആ മരണവെപ്രാളം ആക്രോശിച്ചിട്ട് ആ ഒരു ഭയാന്തോളനത്തിൽ നടക്കുന്ന ആ ഒരു വൈബ്രേഷൻസ് മുഴുവൻ അനുഭവിക്കുമ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്നുള്ളത് വരുമ്പോൾ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ മാത്രമാണ് വന്ന് സഹായിക്കാനുള്ള ഇതുള്ളൂ. അല്ലാതെ എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു തരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമുണ്ട്, കാലാവധി ഉണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവേണ്ട ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം എനിക്കറിയില്ലാത്ത ഏരിയ ഈ കേരളം എന്ന് വിചാരിച്ചോ. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് പാലക്കാട് വരെ ഒന്ന് എത്തിപ്പെട്ടാൽ പിന്നെ എനിക്ക് വഴി അറിയാം. അപ്പോൾ എനിക്ക് GPS ഇട്ട് തന്നു. തൃശ്ശൂർ ഇവിടെ കയറിയപ്പോൾ അല്പം ബ്ലോക്ക് കണ്ടു. എനിക്ക് ഒന്നാമത്തെ വഴി അറിയില്ല. GPS കാണിക്കേണ്ട ഇവിടെ മുഴുവൻ ബ്ലോക്കാണ്, 1 മണിക്കൂർ എടുക്കുന്നു. ഞാൻ അതങ്ങ് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു വണ്ടിക്കാരൻ ഇടത്തോട്ട് പോകണമുണ്ട്, ഞാൻ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഞാൻ പോയാൽ പിന്നെ GPS പറഞ്ഞിടത്തിൽ കൂടെ വേറെ വഴി എടുക്കും. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് കിടന്ന് ചില ലൂപ്പിൽ കിടന്ന് കറങ്ങും. നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അത് നിങ്ങൾ വിചാരിക്കുക നിങ്ങളൊരു ഇലക്ട്രിക് വണ്ടി കൂടിയാണെന്ന് വിചാരിക്കുക. മണിക്കൂറും കിലോമീറ്ററും കഴിയുന്നതോടെ നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു വരും. നിങ്ങളുടെ ഫോണിനകത്തും ബാറ്ററി ഇല്ല. ഡെഡായ അവസ്ഥ എന്താ? നിങ്ങളവിടെ പെട്ടില്ലേ? നേരെ മറിച്ച് ആ GPS പറയണ കേട്ട് ഇലക്ട്രിക് വണ്ടിയാന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ഈ വാഹനത്തിൽ ഇരിക്കണതാണ്. ഇതിന് പാലക്കാട് വരെ പോകാനുള്ള ബാറ്ററിയേ ഉള്ളൂ, ഫോണിനകത്തും അത്രയും ബാറ്ററിയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഒരു അബദ്ധവും പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞ ചേച്ചി പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ഇച്ചിരി കടുപ്പമാണ് മനസ്സിലാക്കാൻ എന്ന് മാത്രം. താങ്ക് യു. അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കേൾക്കാമോ? കേൾക്കാം, പറയും. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബാഡ് കർമാസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഈ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ ബാഡ് കർമാസിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ കുറക്കാം? ആസ് പെർ കർമ്മ തിയറി നമ്മളിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടാണോ നെക്സ്റ്റ് ബർത്തിൽ കിട്ടുക. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതോ ചെയ്ത കർമ്മത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ കുറക്കാം? അതാണ് ക്വസ്റ്റ്യൻ. എന്നോടാണോ? അതെ. അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞോ കേട്ടില്ല, അതാണോ ഇങ്ങനെ വെച്ച് പറയും? ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട്, കാരണം നമ്മളെ പാരൻസ് അവരൊക്കെ ഇപ്പം 80-85 പോകുന്നതാണ്. അവർ അറിഞ്ഞോ അറിയാതെ ഒരുപാട് ബാഡ് കർമാസ് ചെയ്ത് കാണും. അപ്പോൾ നമ്മളെ കർമ്മ തിയറി പ്രകാരം അവരെന്ത് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവർ നെക്സ്റ്റ് ബർത്ത്. ഇപ്പം ഈ ആ ബാഡ് കർമാസിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ഇപ്പം എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, അതോ ഗോ വിത്ത് തിയറി? അതായത് ഇനി അതിന്റെ അനുഭവങ്ങളിൽ തീവ്രത കുറയ്ക്കാൻ അല്ലേ സർ ചെയ്തത്? ഇപ്പൊ ഒരു നല്ലൊരു മാങ്ങയുടെ വിത്താണ് നമ്മൾ കുഴിച്ചിട്ടതെങ്കിൽ അത് തീർച്ചയായിട്ടും മാങ്ങ ആയിട്ട് വരും. അത് നല്ല ആഴത്തിൽ കുഴിച്ചിട്ട. അതേപോലെ ഒരു വിഷവിത്താണ് കുഴിച്ചിട്ടതെങ്കിൽ അതും ചെടി വന്നിട്ട് ആ കായകൾ തരും, ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ ചെയ്തത് എന്നുള്ളത് എന്ത് തന്നെയാലും നമ്മൾ അനുഭവിക്കണം. ആ അനുഭവിക്കുവാൻ സോള് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ട് ഡെയർ ആൻഡ് ഡാഷ് ഡിസൈൻ ചെയ്യും. അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ളത്. അവിടെ ബുദ്ധിയില്ല, മനസ്സില്ല, ഞാനില്ല. അവിടെ തീരുമാനം എടുക്കുന്ന ഡെത്ത് ആഫ്റ്റർ റിയലൈസേഷൻ ആണ്. മരണ അനന്തരമുള്ള യഥാർത്ഥ ജീവിതത്തിൽ ഇഹലോകത്തിൽ ആത്മാവ് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുക്കാൻ നമ്മളെ പോലെ തന്നെ ഉന്നതമായിട്ടുള്ള ഡിവൈൻ ഫ്രീക്വൻസീസ് ഉള്ള ഹയർ ഡയമെൻഷൻ സോൾസ് അവർക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എന്താ വെച്ചാൽ അവിടെ റിയലൈസ് ആവുന്നത് സെൽഫാണ്. അതായത് നമ്മളെ നീ ഇത് ചെയ്യുന്നു എന്നല്ല, സ്വയമാണ് റിയലൈസ് ആവുന്നത്. ശരീരവും ബുദ്ധിയും മനസ്സൊക്കെ പറയും ആ കുഴപ്പമില്ല, അത് അങ്ങനെ സിറ്റുവേഷൻ ആയിട്ട് ചെയ്തു, അത് ആവശ്യമായിരുന്നു, അവന് അത് കിട്ടണമെന്ന്. നോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. ശരീരവും മനസ്സൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ആത്മാവ് സെൽഫ് റിയലൈസ് ആവുക. ആത്മാവ് എപ്പോഴും ദിവ്യ ചൈതന്യമായിട്ടുള്ള ദൈവം തന്നെയാണല്ലോ, അത് പരിപൂർണ സമ്പൂർണ്ണ ചൈതന്യമാണ്. അവിടെ മനസ്സില്ലല്ലോ മാഷെ. അപ്പൊ ശരീരം ഉള്ളപ്പോഴാണ് അഹങ്കാരം ഉള്ളത്. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നത് സോള് സിംഗിളാ. അതായത് ഞാൻ ഇത് ചെയ്തെങ്കിൽ ഈ കർമ്മ
ഈ ഒരു ബാലൻസ് ഷീറ്റ് ക്ലിയർ ആവണമെങ്കിൽ എനിക്ക് ഇത് തന്നെ വേണേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പാർട്ട്ണറെ, അതിനനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനെ എല്ലാം ഫെൻറ്റാസ്റ്റിക് ആയിട്ട് വളരെ ഡെയർ ആൻഡ് ഡാഷ് ഡിസൈനാണ് ഓരോ സോളും ചെയ്യുന്നത്. പക്ഷെ അവർ ഈ ഭൂമിയിൽ വന്ന് മായയിൽ പെട്ട, അയ്യോ എനിക്കെന്തുകൊണ്ട് ഈ ദുഃഖം വന്നു, എനിക്കെന്തുകൊണ്ട് കഷ്ടം വന്നു, എൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയും. പക്ഷെ എല്ലാം ആ സോൾ, ഓരോ സോളും ഫെൻറ്റാസ്റ്റിക് ആണ് സർ. അത്രയും അൾട്ടിമേറ്റ് പവറാണത്. അതിന് രണ്ടാമില്ല, അതിന് ഡൗട്ട് ഇല്ല, അതിന് ഫിയർ ഇല്ല. അതെന്താ വെച്ചാൽ ആ അനുഭവം ഞാൻ കൊടുത്തോ, അരേ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നില്ലേ സർ? അപ്പൊ അറിവില്ലായ്മ കൊണ്ടാ ചെയ്യുന്നത്. സോള് മനസ്സിലാക്കുന്നത് ആത്മജ്ഞാനികൾ മാത്രമാണ് ഭൂപ്രപഞ്ചത്തില്. അതല്ലാത്തവര് ഉപേക്ഷിച്ചതിന് ശേഷമാണ് ആ സെൽഫ് റിയലൈസേഷൻ വരുന്നത്. അതുകൊണ്ട് ആ സോള് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ അതൊക്കെ അനുഭവിക്കുമ്പോൾ പോലും അതൊരു ഭാഗത്ത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിവോടുകൂടി നമ്മൾ സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും സഹനത്തോടും വിനയത്തോടും നന്ദിയോടും അംഗീകാര തത്വത്തോടും കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നേരിടാനുള്ള ശക്തി ഉണ്ടല്ലോ. നമ്മളെ ഒരു വടവൃക്ഷം വലിയ സുനാമി പോലത്തെ കാറ്റ് വന്നാലും ആടി ഒലഞ്ഞാലും അത് പറിച്ചെടുക്കപ്പെടില്ല. നേരിടാനുള്ള ശക്തി സ്ഥിതിയും ലഭിക്കുന്നത് ആത്മവിദ്യ അഭ്യസിക്കുന്നതിലൂടെയും മനസ്സിനെ ശൂന്യം ചെയ്യുന്നതിലൂടെയും ദൈവ ആരാധനയിലൂടെയും സത്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും ശക്തി കിട്ടും. ആടി ഒലഞ്ഞാലും പറിച്ചെടുക്കപ്പെടില്ല. ഓക്കെ, അത് ഇത് തന്നെ സർ. ഓക്കെ, താങ്ക് യു. സിമജി, ഇപ്പം ഈ പറഞ്ഞതിനകത്ത് നമ്മൾ അറിയാതെയാണ് ഒരിടത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഉള്ള സോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. വെല്ലായിട്ട് ഡിസൈൻ ചെയ്തായിരിക്കും നമ്മൾ വേറൊരു പാരൻസിലേക്ക് ജന്മം എടുക്കുന്നത്. അതും ഓക്കെ. പക്ഷേ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ക്രിമിനൽ രാജാവാണെന്ന് വെച്ചോളൂ. ഞാൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര ദുഷ്ടനായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത കർമ്മമാണ് എൻ്റെ തലയിലിരിക്കുന്നത്. അപ്പോൾ ഈ നിഷ്കളങ്കനായ ഈ സോൾ ഏതുവരെ അനുഭവിക്കണം? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെമഡി ഉണ്ടോ? വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? അതെ, ഇപ്പോ ഈ ഒരു ഭൂമിയിൽ ഇദ്ദേഹം നിഷ്കളങ്കനാണെന്ന് ഇപ്പൊ നമ്മൾ കാണുന്നല്ലേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ക്രൂരനായ പിതാവിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുത്തത് ആ സോള് വെൽ ഡിസൈൻ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി ഉള്ള സോളിൽ നിന്നാണ്. യെസ്, സപ്പോർട്ട് ചെയ്യുമ്പോ, അതായത് എനിക്കിപ്പോ ഞാൻ തന്നെ കാണുകയാണ് എന്റെ സിനിമ കാണുമ്പോ ഞാൻ എനിക്ക് സഹായം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവരല്ല ഈ കർമ്മങ്ങളെ ചെയ്യുന്നത്. ഞാൻ ഇത് ഇങ്ങനെ വേണം, ഇങ്ങനെ ഒരു പിതാവിന്റെ, ഇങ്ങനെ ഒരു മാതാവിന്റെ ഗർഭം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാര്യ വേണം, എന്നാലേ എനിക്ക് ബുദ്ധി തരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടിയനായ ഭർത്താവ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊളീഗ്സ്, ഇങ്ങനെയുള്ള പരിസ്ഥിതികൾ വന്നാലേ എനിക്കൊരു സ്പീഡ് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് എനിക്ക് ആ വേദന എന്താണെന്ന് സ്വാനുഭവത്തിൽ വരുമോ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോ മുഴുവനായിട്ട് ഇത്രയും വേണോ, അല്ലെങ്കിൽ കുറച്ച് പിന്നെ കൊണ്ടുപോയാൽ മതിയോ, എങ്ങനത്തെ ഇത് വേണമെന്നുള്ള സഹായം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ക്രിയേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള സഹായം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ സർ നിയമങ്ങൾ, പക്ഷെ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിതാവ് അങ്ങനെയാണെങ്കിലും ഒരു പിതാവ് ചെയ്ത് എന്താ സർ ബുദ്ധിമുട്ടുണ്ടോ? പിതാവ് ചെയ്തത് സർ, ഞാൻ ചെയ്തത് എൻ്റെ പൊന്നുമക്കൾ ഒരിക്കലും അനുഭവിക്കില്ല സർ. അതെന്തുകൊണ്ട് അനുഭവിക്കില്ല? അതാണ് പറയുന്നത്, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണം. എൻ്റെ മക്കൾ അനുഭവിക്കുന്നത്, എൻ്റെ മക്കൾ ചെയ്തതാണ് എൻ്റെ മക്കൾ അനുഭവിക്കുന്നത്. എന്നെ പോലെ ഒരു അമ്മയെ തെരഞ്ഞെടുത്തതിന് ശരിക്കും കൊള്ളില്ലാത്ത ഒരു ഭയങ്കര എന്താ പറയാ, ഒരു വിരുദ്ധമായിട്ടുള്ള ആലോചന ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗർഭത്തെ തെരഞ്ഞെടുത്തെങ്കിൽ അവരത്രേ കൊടുത്തു വെച്ചിട്ടുള്ളൂ. ഞാൻ എല്ലാവരും പറയും നിങ്ങൾ ചെയ്തതാണ് നിങ്ങൾ അനുഭവിക്കണമെന്ന്. നമ്മുടെ പൂർവികർ തന്നെയാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ. ഇപ്പൊ ഒരു മന്ത്രവാദം ഞാൻ ചെയ്തു വിചാരിക്കും, അതായത് സാറിനെ കൊല്ലാനായിട്ടോ അല്ലെങ്കിൽ സാറിന്റെ വീട് നശിപ്പിക്കാൻ ജസ്റ്റ് പറയണുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്തു വിചാരിക്കാം. പക്ഷേ ഞാനിത് ചെയ്യുന്നതും എന്നെ ചെയ്യിപ്പിച്ചതും ചെയ്യതാലും ചെയ്യാൻ കൂട്ടുനിന്നവരും ഒക്കെ, എനിക്ക് കൂട്ടുനിന്നവരും അതിന് കാശ് ചെലവാക്കിയവരും ഈ ചെയ്തവരെല്ലാവരും അത് അനുഭവിക്കാനായിട്ട് വീണ്ടും വീണ്ടും ആ കുടുംബത്തിൽ ജനിക്കണം. കുടുംബകർമ്മങ്ങൾ. അപ്പൊ നമ്മുടെ മക്കള് കുടുംബകർമ്മങ്ങളാണ്. ഏറ്റവും കൂടുതൽ കടങ്ങൾ ഒന്നിച്ചനുഭവിക്കുക. എല്ലാ മക്കളും മാതാപിതാക്കളും സന്തോഷമായിട്ട് ഒന്നിച്ചിട്ടല്ല. ചില മാതാപിതാക്കളുടെ മക്കളായിട്ട് പറഞ്ഞാൽ ചാവാൻ തോന്നും, എന്തിനാ ഇങ്ങനെ ദുരിതമെന്ന്. പക്ഷെ ആ ദുരിതം അനുഭവിക്കണം എന്നുള്ളത്, ആ ഒരു ദുരിത അനുഭവങ്ങൾ ഇവരുടെ മക്കളായിട്ട് വന്നാലേ ഇവർ കൊടുത്ത ദുരിതം അവർക്ക് അനുഭവിക്കാൻ പറ്റൂ. ഇത് കോകർമാസാണ് സർ, കുടുംബകർമ്മങ്ങളാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഒരു ഡിവൈൻ ലാ ഓഫ് കർമ്മ ഉണ്ട് സർ, യൂണിവേഴ്സൽ ലാ. ഓക്കെ സർ, താങ്ക് യു. ബാബാജി, ഇവിടെ നമുക്ക്
ഭക്ത പ്രഹ്ലാദിന്റെ കഥ എടുത്ത് വെറുതെ ഒന്ന് ഓർത്തോ. എത്ര ശ്രേഷ്ഠ ജന്മമായിരുന്നു. ഹിരണ്യകശിപു എന്താ അവിടെ വന്ന് പഠിപ്പിച്ചത്? അച്ഛന് മോക്ഷം കൊടുക്കുക തന്നെയാണ് ചെയ്തത്, അല്ലേ? അതൊരു പുത്രധർമ്മമാണ്. നിങ്ങൾ ചോദിച്ച മുഴുവൻ ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ട്. ഇതാണ് BI, ഭാരത് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് നമ്മൾ ഏടെ പിന്നാലെ ഓടുക. ഭാരതത്തിൽ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ വരുന്നതോടെ എല്ലാവരും അറിയും. ഓക്കെ. അത് നമ്മളിങ്ങനെ ഈ ശ്ലോകം, സോറി കേട്ടോ, ശ്ലോകം ചൊല്ലുന്നവരുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഓക്കെ, ഈ നമ്മൾ ശ്ലോകം കാണാപ്പാഠം പഠിച്ചിട്ട് നമ്മൾ ചൊല്ലുന്നതുകൊണ്ട് കാര്യമില്ല. അത്യാവശ്യ സമയത്ത് പ്രപഞ്ചം നമുക്ക് ആ സാധനം എവിടെയാ വേണ്ടതെന്ന് നമുക്ക് നമ്മളെ കൊണ്ട് മനസ്സിലാക്കിച്ചോടെ തരണം. ഇപ്പൊ ആ ചോദിച്ച ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 100%. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം, വിഷ്ണു പുരാണത്തിന്റെ എത്രാമത്തെ ഭാഗമാണെന്നൊന്നും എനിക്കറിയാൻ വേണ്ടി ഏതോ ഒരു ഭാഗം എടുത്ത് നോക്കിയാൽ അത് ഉണ്ടതില്ല, കൃത്യമായിട്ടൊന്നും വേറെ പറയാറിയാം. പക്ഷെ സംഭവം അത് തന്നെയാണ്. അച്ഛൻ എത്രമാത്രം എത്ര ക്വാളിറ്റി എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ ആരായിരുന്നു? മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ തലമുറയല്ലേ? മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ തലമുറയപ്പെടില്ലേ? പ്രഹ്ലാദൻ. അപ്പോൾ ഇത്രയും നല്ല സോളിൽ നിന്ന് വന്നിട്ടും ഇവിടെ അധർമ്മം വന്നുപോയി. കാരണം എന്താ? ധർമ്മത്തിൽ നിന്ന് എപ്പോഴാണ് വ്യതിചലിച്ചത്? ഒരു സ്ത്രീയെ കണ്ട് മോഹിച്ചു പോയി, അധർമ്മിയായി. മഹാഭാരതത്തിലെടുത്ത് നോക്കിക്കോ, ഓരോ വ്യക്തികളുടെയും നോക്കിക്കോ. നമ്മുടെ പിതാമഹന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രേഷ്ഠ പിതാമഹൻ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ലാത്ത കാര്യം അച്ഛന് വേണ്ടി പെണ്ണാലോചിക്കാൻ പോയി. അവിടെ ആവശ്യമില്ലാത്ത ശപഥം ചെയ്തു. നമ്മളെ മുഴുവൻ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഇത് ചെയ്യുന്നല്ല പറയണത്. അപ്പൊ ഇതിനെവിടെ ചെയ്യണം, എവിടെ ചെയ്യണ്ട, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഭാഗ്യമാണ്. വെറുതെ ഒന്ന് പോളിഷ് ചെയ്ത് വിടണം കേട്ടോ. അവിടെ ഉത്തരം ഉണ്ടായിരുന്നു. സോറി. അല്ല, ഹിരണ്യകശിപു അത്രയും തെറ്റ് ചെയ്ത് പ്രഹ്ലാദനെ ദൈവം രക്ഷിക്കുക ചെയ്ത്. ഹിരണ്യകശിപു ഒന്നും അനുഭവിച്ചിട്ടില്ല, അല്ലേ? അത് തന്നെ. അതായത് അച്ഛന്മാര് ചെയ്തു വെച്ച മക്കൾ അനുഭവിക്കണം. കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരനുഭവിക്കൂ, അത്ര തന്നെ. വേറൊരു സൈഡ് മനസ്സിലാക്കേണ്ടത്, ഒരച്ഛൻ ദുഷ്ടനാവട്ടെ, മകൻ നല്ലവനാവണ്ടെങ്കിൽ അച്ഛനെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അച്ഛൻ എന്നെ ഉപദേശിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ആയത്. വെറുതെ ആ അച്ഛൻ്റെ അമ്മയുടെയും ജന്മത്തിൻ്റെ ഏതോ ക്വാളിറ്റി കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയതാ. അപ്പം അവർ ബ്രഹ്മജ്ഞാനി ആണോ എന്നുള്ള പ്രാധാന്യമല്ല. അങ്ങനെയാണെങ്കിൽ അവർ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ എനിക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കാവുള്ളൂ, അല്ലേ? അപ്പം അവർ ചെയ്ത പുണ്യത്തിൻ്റെ ഏതോ കർമ്മഫലമായിട്ട് എന്നെ അവർ ബ്രഹ്മജ്ഞാനിയാക്കി മാറ്റി. അപ്പം എന്ത് ഗുണമുണ്ടായി? എൻ്റെ അച്ഛന് മോക്ഷം ലഭിക്കും. അത് എന്നിലൂടെ അനേകം ആളുകൾക്കും കിട്ടും. ഒരു പക്ഷേ എൻ്റെ അച്ഛനാണ് ബ്രഹ്മജ്ഞാനി ആയിരുന്നതെങ്കിൽ അച്ഛന് ചിലപ്പോൾ